പലതരം ചേരുവകൾ. എന്നെപ്പോലെ തന്നെ എൻ്റെ ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സിനും സ്നാക്സിനോട് താല്പര്യമെന്ന് തോന്നണു കേട്ടോ. ഞാൻ ഇട്ടിട്ടുള്ള 20 വീഡിയോസിൽ ആകെ 3-4 കറികൾ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിനൊക്കെ വ്യൂ കുറവാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്നെപ്പോലെ സ്നാക്സ് ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ ഉള്ളതെന്നാണ്. എന്റെ കറികളും വെറൈറ്റി ഒക്കെയാണ് കേട്ടോ, അത്രക്ക് മോശമൊന്നല്ല. ഞാൻ പയ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇന്ന് ഉന്നക്ക റെഡിയാക്കാം. ഉന്നക്ക ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 8 ഉന്നക്ക കിട്ടിയായിരുന്നു. ഇപ്പൊ ഞാൻ എടുത്തേക്കണ പഴം വല്ലാതെ അങ്ങ് പഴുത്തു പോയിട്ടില്ല കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിലും നമുക്ക് ഉന്നക്ക ഉണ്ടാക്കാം. അതിനൊരു സ്റ്റെപ്പും കൂടി കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. ഞാൻ അത് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയ പഴം ഇച്ചിരി പഴുപ്പ് കുറഞ്ഞതായിപ്പോയി. അപ്പൊ ഇൻഷാ അള്ളാ ഇനി ഒരു ദിവസം റെസിപ്പി ഞാൻ ഷെയർ ചെയ്യും. ഈ പഴം നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പഴത്തിന്റെ ഒരു ചെറിയ പുളിയും പിന്നെ മധുരമുള്ള ഡിഷാണല്ലോ ഇത്. അപ്പൊ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് എപ്പോഴും ഇടുന്നത് നല്ലതാണ്. കുക്കറിന്റെ അകത്ത് ഒരു സ്റ്റാൻഡ് വെച്ചെടുത്തിട്ട് അതിന്റെ മുകളിലാട്ടോ പഴം വെച്ചെടുക്കണേ. പഴം വെള്ളത്തിൽ മുങ്ങി കിടക്കരുത്. ഒരു പാത്രം എന്തെങ്കിലും കമത്തി വെച്ച് അതിന്റെ മുകളിൽ വെച്ചാലും മതി. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചാട്ടോ ഞാൻ ഈ പഴം വേവിച്ചെടുക്കുന്നത്. ഞങ്ങളുടെ കുക്കർ പെട്ടെന്ന് അങ്ങോട്ട് വേവണ കുക്കറല്ല. അത് മാത്രമല്ല പഴം നന്നായിട്ട് അങ്ങ് പഴുത്ത പഴമല്ലല്ലോ. അപ്പൊ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഒരു 3 വിസിലടിച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പഴം ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം തൊണ്ടും അതിന്റെ അകത്തുള്ള കായ ഉണ്ടല്ലോ, പഴത്തിന്റെ കായ, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നമ്മുടെ ഈ കൊച്ചു ഫാമിലിയിലേക്ക് കൂട്ടായിട്ട് വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മളിന്ന് ചാനൽ തുടങ്ങി 21ാമത്തെ ദിവസമാണ്. ഇന്നലെ 20ാമത്തെ ദിവസം 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ചാനലിലേ നമ്മൾ കയറുള്ളൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നശിച്ചു പോകുമെന്നുള്ള ഒരു പേടി ഉണ്ടാവും. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനൊരു തുടക്കക്കാരിയാണ്. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ കൂടി എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ട് നന്നാവാത്ത ഒരു ഡിഷ് എന്റെ ചാനലിൽ ഞാൻ ഇടില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ പറയലും ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ എന്റെ സന്തോഷം നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ കാരണമുള്ള 500 സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ എനിക്ക് കിട്ടണത്. അപ്പൊ ചിലർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർക്ക് കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അധികം പറയണില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പഴം തൊണ്ടും കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ച ശേഷം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉന്നക്കയില് അകത്തെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കശുവണ്ടി പരിപ്പും പിന്നെ മുന്തിരിയും തേങ്ങയാണ് എടുത്തേക്കുന്നത്. കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി വാങ്ങിച്ചിട്ട് വറുത്തെടുക്കുന്നതാട്ടോ ടേസ്റ്റ്. നമ്മൾ വറുത്തെടുക്കുന്ന കപ്പലണ്ടിക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ്. നമ്മൾ വാങ്ങിക്കണേന് ആ ടേസ്റ്റ് കിട്ടില്ല. ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായ ശേഷം കശുവണ്ടി പരിപ്പ് കുറച്ചിട്ടെടുക്കുക. കശുവണ്ടി പരിപ്പ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പ് മാത്രം ഇട്ടാലും മതി. കപ്പലണ്ടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കശുവണ്ടി പരിപ്പൊന്നും ഇടലില്ല, കപ്പലണ്ടി ഇട്ട് കാട്ടിലാണ്. പിന്നെ ഇപ്പൊ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പും കൂടി എടുത്തതേ ഉള്ളൂ. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം മുന്തിരി ഇട്ട് കൊടുക്കുക. നിങ്ങൾ ബ്ലാക്ക് മുന്തിരി ഇട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഇട്ടോ നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. കായുള്ളത് തന്നെ എടുക്കുക. എന്നിട്ട് അത് കടിച്ചു തിന്നാൻ നല്ല ആ കായൊക്കെ നല്ല മുറുകിയിട്ട് നല്ല കറുമുറ കടിച്ചു തിന്നാൻ പറ്റും നമുക്കത്. എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റേ മുന്തിരിയിലുള്ള ഒരു പുളി ഉണ്ടല്ലോ, എനിക്കത് ഇഷ്ടാവില്ല. അപ്പൊ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതാ. പക്ഷെ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വെറുതെ തിന്നാൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണല്ലോ. മുന്തിരി ഒന്ന് സോഫ്റ്റ് ആയി വന്ന ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഞാനിവിടെ 1 കപ്പിന് മുകളിലായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫില്ലിങ് എനിക്ക് ഒത്തിരി ബാക്കി വന്നു. ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും റെസിപ്പിയില് ശരിയാക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. പിന്നെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം അനുസരിച്ച് പഞ്ചസാര ഇട്ടെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര അലന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കപ്പലണ്ടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി പരിപ്പ് വറുക്കണ സമയത്ത് തന്നെ കപ്പലണ്ടിയും ഇട്ടെടുത്ത് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പഴം പരുത്തിയെടുത്ത് ഫില്ലിങ് ഉള്ളിൽ വെച്ച് സെറ്റാക്കി പൊരിച്ചെടുത്താൽ മതി. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ പഴം കുറച്ചെടുത്ത് ഒരു ബോളാക്കുക ആദ്യം. എന്നിട്ട് അത് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചിട്ട് ഇതേ രീതിയിൽ അടിച്ചടിച്ച് പോരാ. വിടവില് ക്രാക്ക് ഉണ്ടാവരുത് കേട്ടോ. കംപ്ലീറ്റ് പൊതിഞ്ഞിരിക്കണേ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ അകത്തേക്ക് കയറും നമ്മൾ പൊരിക്കുന്ന സമയത്ത്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ 2 കൈന്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ നല്ലൊരു ഷേപ്പും കിട്ടും. പിന്നെ ഫിനിഷിങ് ആവും കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് പഴം എടുക്കുക, എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക, ഫില്ലിങ് തേക്കുക, എന്നിട്ട് അടച്ച് ഉന്നക്കാട് ഷേപ്പാക്കി എടുക്കുക.
ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ സെറ്റ് ആക്കി എടുക്കട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഡെയിലി 11:15 ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ അത് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ആക്കി വെക്കാം കേട്ടോ. കംപ്ലീറ്റ് പഴം ഞാൻ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഉന്നക്ക ഓരോന്നോരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കണം. നന്നായിട്ട് ചൂടായ ശേഷം ഇടാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ പൊരിച്ചെടുക്കുക. എന്താന്ന് വെച്ചാൽ ഇതിന്റെ അകത്തേക്ക് ഓയിൽ കയറാൻ സാധ്യതയുണ്ട്. തീ കുറച്ച് ഓഫാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഓയിൽ അകത്തേക്ക് കയറും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുക. ഇതിനൊത്തിരി സമയമൊന്നും വേണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കുന്ന സംഭവമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ വേഗം തന്നെ കോരിയെടുക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് കോരിയെടുക്കരുത്. ഇതിൽ എണ്ണ കുടിക്കും പെട്ടെന്ന്. അതുകൊണ്ട് കൂട്ടി തന്നെ ഇട്ട് പെട്ടെന്ന് കോരിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഒന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. ഞാൻ ചൂടിനെ തന്നെ എടുത്തായിപ്പോയി മുറിച്ചത്. ഇത് ഇച്ചിരി ടൈം എടുക്കും ചൂടാറാനായിട്ട്. പുറത്തൊക്കെ ഓയിൽ ഉണ്ടാവും. അതാണ് ഒന്നും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പൊ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.